ഈ തിയേറ്റർ അനുഭവങ്ങളുടെ കാര്യം പറയുമ്പോഴേ ഇപ്പം ഞാൻ എൻ്റെ ഒരു ചൈൽഡ്ഹുഡിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരനുഭവത്തിൽ നിന്ന് തുടങ്ങാം. അതായത് ഞാൻ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം 2004 ആ ടൈമിൽ ഞാൻ ആദ്യമായിട്ട് ഒറ്റക്ക് സിനിമ കാണാൻ തീരുമാനിക്കുന്ന ഒരു ടൈം ആ ടൈം 9ൽ പഠിക്കുന്ന സമയത്ത്. അപ്പം ഓണത്തിന് നാട്ടുരാജാവ്, വെട്ടം ഈ 2 സിനിമകൾ റിലീസാകുന്നു. അതെ, അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് എന്താണ് അത്തപ്പൂക്കള മത്സരം നടക്കുകയാണ്. ഞാനിവിടെ ചേർത്തല ബോയ്സ് സ്കൂളിൽ അത്തപ്പൂക്കള മത്സരം. അതിൻ്റെ റിസൾട്ട് വന്നേക്കാൻ മുമ്പ് തന്നെ മാറ്റിനി കാണാമെന്ന് പറഞ്ഞിട്ട് നാട്ടുരാജാവ് കാണാൻ വേണ്ടി ഫസ്റ്റ് ഡേ മാറ്റിനി കാണാൻ വേണ്ടി നാട്ടുരാജാവ് കാണാൻ വേണ്ടി ചിത്രാഞ്ജലി തിയേറ്ററിലാണ്. നേരെ ചിത്രാഞ്ജലി തിയേറ്ററിലേക്ക് ചെല്ലുന്നു. ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കറിയാലോ, ഒരു മോഹൻലാൽ സിനിമ കാണാൻ പോകുമ്പോൾ ആളാണ്. അതിന് മുമ്പായിട്ട് ആ സിനിമ വരുന്ന ഒരു ഹൈപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പകരം വയ്ക്കാനില്ലാത്ത താരരാജാവിൻ്റെ പുതിയൊരു അംഗത്തിൻ്റെ കഥ എന്നാണ് പോസ്റ്റർ. എന്നിട്ട് മോഹൻലാൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇത് പിന്നെ മറ്റേ ടി എ ഷാഹിദ് സ്ക്രിപ്റ്റ്, ഷാജി കൈലാസ്, ഒരു എക്സ്ട്രാ ഓർഡിനറി നാട്ടുരാജാവ്, ഒന്നൊന്നര നാട്ടുരാജാവ്, അങ്ങനെ ഒന്നൊന്നര എക്സ്ട്രാ ഓർഡിനറി നാട്ടുരാജാവ് പടം ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഒന്നൊന്നര നാട്ടുരാജാവ് അത് കഴിഞ്ഞ് വന്നു. പടത്തിലെ ഡയലോഗാണ്. അതെ, അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്ററാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ക്യാപ്ഷനൊക്കെ വെച്ചു. എന്തായാലും പോസ്റ്ററൊക്കെ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര ഇതടിച്ചിരിക്കുന്നു. പിന്നെ ആ പാട്ട് ചിങ്കപ്പടയുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞുള്ള പാട്ടൊക്കെ കണ്ട് ഫാൻസ് ഭയങ്കര ഓളം, തിയേറ്ററിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ സംഭവം നമ്മൾ ചെല്ലുമ്പോൾ കാണുക വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഷോ നടന്നിട്ടില്ല, മോർണിംഗ് ഷോ നടന്നിട്ടില്ല, പെട്ടി വന്നില്ല. അന്ന് വരെ പെട്ടിയാണ്. പെട്ടി വരാത്ത കാരണം രാവിലെ ഈ ഗേറ്റ് തുറന്ന് ക്യൂ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ, വലിയൊരു ക്യൂ ആണ്. അപ്പോൾ ഇങ്ങനെ നിൽക്കുമോ, ഇവർ തളർന്നു. ഉച്ചയ്ക്ക് ഒരു 1 മണി 1:30 ടൈമിലാണ് ഞാൻ ചെല്ലുന്നത്. അങ്ങനെ 2:45 മാറ്റിനി. അപ്പം നോക്കുമ്പോൾ ഈ രാവിലെ തൊട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ ഓറഞ്ച് ആപ്പിളൊക്കെ മേടിച്ചു കൊടുക്കുകയാണ്. അതായത് കൂട്ടത്തിൽ വന്ന ആൾക്കാർ അത്രയും തിരക്ക്. അപ്പോൾ ആരും പോകണമില്ല, പോലീസുകാരൊക്കെ ഉണ്ട്. തിയേറ്ററുകാർക്കാണ് ചീത്തോളിയുണ്ട് പെട്ടി വരാത്തതിൻ്റെ പേര്. അപ്പോൾ ഞാനപ്പോൾ അന്നത്തെ കാലഘട്ടമാണ്. അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു കാഴ്ചയൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം ക്യൂ പോലും ഇല്ലല്ലോ ഇപ്പം. അപ്പം പിന്നെ നമ്മൾ അന്ന് നോക്കിയപ്പോൾ വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കമ്പാരിസൺ ഞാൻ പറയും. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് റിവ്യൂ അറിയാം, സിനിമയുടെ ഫസ്റ്റ് ഹാഫ് അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ നോക്കുമ്പോൾ അവിടെ തൊട്ടടുത്തൊരു ബൂത്തുണ്ട്, STD. ഈ ബൂത്തിൻ്റെ അവിടെ ഒരു സെറ്റ് ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഒരു സെറ്റ് എന്ന് വെച്ചാൽ അത്യാവശ്യം ആളുണ്ട് ആ ബൂത്തിൻ്റെ വാതിക്ക്. ഇത് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. അപ്പം ബൂത്തിൻ്റെ അകത്തൊരുത്തം കയറിയിട്ടുണ്ട്. ഇവൻ പുറത്തു വരാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. അപ്പം കൊല്ലത്ത് ഷോ നടന്നു, കൊല്ലത്തു നിന്നുള്ള റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്, മനസ്സിലായോ? അപ്പം കൊല്ലത്തുനിന്ന് ഇവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആദ്യം ലാലേട്ടൻ കി ചെയ്യുന്നൊരു വിളിയുണ്ട്, ഒരു മുദ്രാവാക്യം വിളിച്ചതിന് ശേഷമാണ് പടം സൂപ്പർ എന്ന് പറയുന്നത്. ഒട്ടനെ അവിടെ എല്ലാവരും കൂടി ലാലേട്ടൻ കി ജയ് വിളിയായി. ആവേശത്തിൽ ഏതോ ഒരുത്തൻ അവിടെ ചില്ല് പൊട്ടിച്ചു. എന്നുവെച്ചാൽ തിരക്കാണല്ലോ, ചില്ല് പൊട്ടിച്ചപ്പോൾ പോലീസുകാരെല്ലാവരെയും കൂടി ഓടിച്ചു. അതിനിടയ്ക്ക് നമ്മൾ ഓടിപ്പോന്നു. ഞാൻ അതിനിടയ്ക്ക് 6 ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൊടുത്തായിരുന്നു. അപ്പം ഒരാൾ 6-7 ടിക്കറ്റൊക്കെ വെച്ച് എടുക്കും. അപ്പം നടക്കത്തില്ല, അങ്ങനെ 2 കൈക്കൊക്കെ എടുക്കും. ഇങ്ങനെ കൊടുത്തില്ല. അങ്ങനെ എല്ലാവരും ഓടി, തിയേറ്റർ അടച്ചു, എല്ലാവരെയും ഓടിച്ച്. അപ്പം ഫസ്റ്റ് ഡേ നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഡൗട്ടായി. അങ്ങനെ ഞാൻ ചേട്ടനൊക്കെ ഇട്ട് സെക്കൻഡ് ഷോ സൈക്കിളിലാണ് സെക്കൻഡ് ഷോ കാണാൻ വേണ്ടി പോണ സമയത്ത് ഫസ്റ്റ് ഷോ നടന്നിട്ട് ഇറങ്ങിയാണ്. അപ്പോൾ അത്ര ഒരു മിക്സഡ് ഒപ്പീനിയനാണ്. അപ്പോൾ അന്ന് ഈ മോഹൻലാൽ മമ്മൂട്ടി യുദ്ധമുണ്ട്, ഭയങ്കര യുദ്ധമാണ് അന്ന്, ഭയങ്കര യുദ്ധം. അപ്പം മമ്മൂട്ടിയുടെ ആരാധകര്, നമ്മൾ മോഹൻലാലിൻ്റെ ആരാധകരാണ്. അപ്പം മമ്മൂട്ടിയുടെ ആരാധകർ ഒരു PP ഒക്കെ ഊതിയിട്ട് ആ പടം ഇത് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വന്നുണ്ട്. ഇത് കാണാൻ തന്നെ നമുക്കൊരു നിരാശി. എന്നിട്ടും ഭയങ്കര ആളാണ് സെക്കൻഡ് ഷോ ആണ്. അപ്പം ഞാൻ വേറൊരു കാഴ്ച കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലൊക്കെ വയ്യാത്ത ഈ വികലാംഗരെയും കൊണ്ട് ആൾക്കാർ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പ്രത്യേക പരിഗണന ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഇവരങ്ങ് കയറ്റിവിടും, എന്നിട്ട് ഇവരും കൂടി കൊണ്ടുവരും, എന്നിട്ട് ടിക്കറ്റ് എടുക്കണം. അപ്പം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല, സെക്കൻഡ് ഷോയ്ക്കും ടിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ വെട്ടം കണ്ടു. പാരഡൈസിൽ പോയിട്ട് വെട്ടാണ് അന്നത്തെ ദിവസം കാണുന്നത്. ഈ ഒരു തിയേറ്റർ അനുഭവമാണ് എൻ്റെ ഒരു ഫസ്റ്റിലത്തെ എൻ്റെ ഓർമ്മയിൽ നിൽക്കണം അപ്പോൾ ഇതിൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് റെസ്പോൺസ് അറിയണ കാര്യം. ഇന്ന് ഇപ്പം വളരെ ഈസി അല്ലേ, നമ്മളെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഒരു ലോഡ് ആൾക്കാർ പല രീതിയിൽ റിവ്യൂ ഇട്ടിട്ടുണ്ടാവും. അരമണിക്കൂർ കൊള്ളാം, അതെ. പക്ഷെ അന്ന് ഇങ്ങനെ പല തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് വന്നെ ഈ പെട്ടി കണ്ടിറങ്ങി വരുന്ന ആൾക്കാരുടെ അഭിപ്രായമാണ് വിധി നിർണ്ണയിക്കുന്നത്. അതെ. അപ്പൊ ഇവിടുന്ന് അങ്ങനെ ആ ഓണത്തിന് കാഴ്ചയാണ് കേട്ടാ
വിന്നർ. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനെക്കുറിച്ച് ഞാൻ പറയാം. മഹേഷേട്ടൻ ഇപ്പം കേരളത്തിലെ എല്ലാ തിയേറ്ററിലും പോയി സിനിമ കണ്ട ഒരാളാണ് മഹേഷേട്ടൻ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ പുള്ളിക്കാരൻ്റെ വേറൊരു പ്രത്യേകത ഞാൻ പറയാം. പുള്ളിക്കാരൻ ഇപ്പം ഞാൻ എന്നെ സിനിമ കാണാൻ വിളിക്കും ചേർത്തല. അപ്പം വേറെ സിനിമ കാണാൻ വന്നിട്ടുണ്ട്. അപ്പം ഏത് സിനിമയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വലിയ പോപ്പുലർ അല്ലാത്ത സിനിമ ഇരിക്കും. നമുക്കറിയാം ഷോ നടക്കില്ല, നമുക്കറിയാം ആ സിനിമ ഷോ നടക്കില്ല. പക്ഷെ മഹേഷേട്ടൻ വിളിക്കണേ ധൈര്യമായിട്ട് പോവാം. കാരണം ഷോ നടത്തും 10 ടിക്കറ്റ് എടുത്ത് ഷോ നടത്തും. അങ്ങനത്തെ ഒരാളുടെ എന്തായാലും പറയുമ്പോൾ നമുക്കൊന്ന് കേൾക്കാമല്ലോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ അന്നത്തെ കാലത്ത് ഓണത്തിന് ഒരു ഓണപ്പടം എന്നുള്ളത് മെയിൻ സ്ട്രീം ആക്ടേഴ്സിന്റെ ഒക്കെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. മമ്മൂക്കയുടെയും ഇല്ല ഓണപ്പടം ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പം ഓണത്തിനിപ്പം അന്ന് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെ ഒക്കെ 1 or 2 സിനിമകൾ ഓണത്തിന് ഇറങ്ങും. അപ്പൊ ആ സമയത്ത് ലാലേട്ടന്റെ സിനിമ നാട്ടുരാജാവാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ വെള്ളി നക്ഷത്രം നാന ഇതൊക്കെ വെച്ചിട്ടാണ്. അപ്പൊ അതിനകത്ത് ലാലേട്ടന്റെ സിനിമ നാട്ടുരാജാവ്, ഇപ്പുറത്ത് മമ്മൂക്കയുടെ സിനിമ ഏതോ ഒരു പുതിയ ഡയറക്ടർ അദ്ദേഹത്തിന്റെ സിനിമ കുട്ടനാട്ടിൽ ഷൂട്ട് ആരംഭിച്ചു. സത്യം പറയാൻ ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ഇദ്ദേഹത്തിന് വേറെ പരിപാടിയൊന്നും ഇല്ലേ ഈ ഓണത്തിന് കൊണ്ടുവന്ന് ഇറക്കാൻ ഏതോ ഒരു പുതിയ ഡയറക്ടറിന്റെ സിനിമ എന്നെല്ലാം മനസ്സ് വിചാരിച്ചിട്ട് വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു. പടം ഇറങ്ങുക. അപ്പം ഞാൻ അന്ന് എന്തോ ഒരു ആവശ്യത്തിന് കൊച്ചിയിൽ വന്നിട്ട് തിയേറ്ററിൽ സവിത തിയേറ്ററിൽ കയറി പടം കാണുക. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ട് മോഹൻ സിത്താരയുടെ. അതാണ്. അപ്പോൾ അതും വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് എനിക്കൊരു ഡൗട്ട്, മമ്മൂക്കയുടെ രൂപമൊക്കെ തന്നെ ഇത് മമ്മൂക്ക തന്നെ ആണോ എന്നൊരു സംശയം. കാര്യം അതുമാതിരി പുള്ളിയുടെ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ സീനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ക്യാരക്ടർ എന്താണെന്നുള്ളത്. അങ്ങനെ ഒരു മാറ്റി അത് പിന്നെ അങ്ങ് കത്തി കയറി ആ സിനിമ. പക്ഷെ അതിനകത്ത് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന അവസാനം ആ പേപ്പർ ചുരുട്ടി എടുത്ത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു ഫ്രസ്ട്രേഷൻ, മോഹഭംഗം, ആ വിഷമം എന്നൊക്കെ പറയുന്നത്. ഞാനും കാഴ്ച കണ്ടത് വല്ലാത്തൊരു സിറ്റുവേഷനാണ്. കാഴ്ച ഞാനും എൻ്റെ കസിനോടെ കാണാൻ പോകുന്നത്. അന്നും ആദ്യം കണ്ട നാട്ടുരാജാവാണ്. നാട്ടുരാജാവ് നെക്സ്റ്റ് ഡേ വെട്ടം കാണുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. വെട്ടം 30 മിനിറ്റ് ലേറ്റായിട്ടാണ് കയറിയത്. ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുക, ടയർ പഞ്ചറായി, അത് മാറ്റിയിട്ട് കയറുന്നത്. പിന്നെ കാണുന്നത് ഞാൻ പറഞ്ഞ ഓണത്തിന് ഞങ്ങൾ നാട്ടിൽ പോയതിനു ശേഷം പിന്നെ തിരിച്ചും ഞാനും എൻ്റെ കസിനോടെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞത് തന്നെ ഒരു ആ വൈബ് അതല്ലല്ലോ, ഒരു ഫെസ്റ്റീവ് മൂഡാണല്ലോ നമ്മൾ നിൽക്കുന്ന ആ സമയത്ത്. പക്ഷേ അവസാനം മറ്റേ കണ്ണൊക്കെ നിറഞ്ഞ് വല്ലാത്തൊരു കണ്ടീഷനിലാണ്. അവസാനം ഇറങ്ങിയിട്ടൊന്നും സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് ഭയങ്കര കാഴ്ച അങ്ങനെ ഒരു സംഭവം. അങ്ങനെ ആ ടൈമിൽ എനിക്ക് തോന്നുന്നു ഓണത്തിന് കാഴ്ചയായിരുന്നു വിന്നർ. അതെ അതെ അതെ. അങ്ങനെ അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഞാൻ നെക്സ്റ്റ് ഓണം വരെ വെറുതെ അപ്പം നിങ്ങൾക്കും ഷെയർ ചെയ്യാമല്ലോ. പറയാം. അതായത് നാട്ടുരാജാവ് കഴിഞ്ഞതോടുകൂടി കാഴ്ച വിജയിച്ചു. നമുക്ക് നാട്ടിൽ ഭയങ്കര പ്രശ്നമായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ആരാധകരുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഇവർ വന്നിട്ട് കളിയാക്കുക. പിന്നെ മറ്റേ ഡയലോഗ് ഉണ്ട് നാട്ടുരാജാവിനകത്ത്, നിനക്കൊന്നും അറിയില്ല, നീ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളൊന്ന് ട്രോൾ ചെയ്യുക. അതന്ന് കളിയാക്കുക. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ വെച്ചിട്ടാണ് അന്ന് കളിയാക്കണത്. ഈ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ കളിയാക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. തർക്കം, മോഹൻലാൽ മമ്മൂട്ടി തർക്കം ഭയങ്കര രൂക്ഷമാണ്. അപ്പോൾ ഇനി അടുത്ത പടം നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക. ഇനി അടുത്ത എന്തായിരിക്കും പടം, ഇനി അടുത്ത പടത്തിന്. അപ്പോൾ ഇനി നമ്മൾ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി പരിചയം. അങ്ങനെയാണ് ഈ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹം നമുക്ക് വന്നത്. അങ്ങനെയാണ് അടുത്ത പടം. എനിക്ക് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ മാമ്പഴക്കാലം എന്ന് പറഞ്ഞു ജോഷി സാർ സംവിധാനം. ഈ ജോഷി സാറിൻ്റെ ആദ്യം JOSHI ചേർത്ത പടം ഇതാണ്, ജോഷി എന്നുള്ള വൈ. കാരണം പുള്ളിക്കാരൻ എന്തോ ലക്ക് ഫാക്ടറിയിലെ ജോഷി സാറിൻ്റെ പടം. അപ്പം അങ്ങനെ അത് കാണാൻ വേണ്ടി ചിത്രാഞ്ജലി തിയേറ്ററിൻ്റെ വാതിക്കയിൽ നമ്മൾ ഗേറ്റ് തുറക്കുന്നതിന് മുമ്പായിട്ട് എത്തുന്നു. എങ്ങനെയോ ഓടി 2ാമത്തെയോ 3ാമത്തെയോ ആളായിട്ട് ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരു ആവേശം ഉണ്ടാവും. ആ സമയത്ത് ആ ഒരു ഇപ്പൊ ഈ ബുക്ക് മേശ വന്നതിന് ശേഷം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു സാധനം ഇതാണ്. ടിക്കറ്റ് എടുത്ത് അതെ ലോകം ജയിച്ച പോയ അല്ലേ, നമ്മൾ എന്തോ നേടിയത് പോലത്തെ ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും. തൃശ്ശൂർ എന്നിട്ട് ആ സിനിമ കാണുന്നു. അതും TA ഷാഹിദ് തന്നെ റൈറ്റർ. ആ സിനിമ കാണുന്ന സമയത്തും അങ്ങനെ ഒരു ഹൈ മൊമെന്റ് ഒന്നും എനിക്ക് അന്നും കിട്ടിയിട്ടില്ല ആ സിനിമ കണ്ടു. പക്ഷെ മോഹൻലാൽ സാറിന്റെ എന്ത് പരിപാടിയാണെങ്കിലും നമ്മൾ ഇഷ്ടമാണെന്ന് പറയും. അത് നമ്മൾ ഇഷ്ടമാണെന്ന് പറയും. പുറത്തേക്ക് ഇറങ്ങി ഇഷ്ടമാണെന്നേ പറയാൻ പറ്റൂ. മോശമാണെന്നോ അല്ലെങ്കിൽ ആവറേജ് ആണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ട്രോൾ ചെയ്യപ്പെടുന്ന ഒരു സംഭവം, നമ്മളെ കളിയാക്കൂരി. അപ്പം കൂട്ടത്തിൽ വന്ന സിനിമ ബ്ലാക്കാണ്. പക്ഷെ ബ്ലാക്കും അന്ന് അങ്ങനെ ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നീടാണ് ബ്ലാക്കിന്
ഭയങ്കരമായ ഒരു റെസ്പോൺസും കാര്യങ്ങളും വന്നത്. ബ്ലാക്കാണ് ഷണ്ടു. ബ്ലാക്ക് തിയേറ്റർ ഉണ്ടായിരുന്നോ? ബ്ലാക്ക് ഞങ്ങൾ ചേർത്തലയിൽ റിലീസിലായിരുന്നു ബ്ലാക്ക് അതിന് ശേഷമാണ് ചേർത്തല ചാരങ്ങാട്ടം. ഞങ്ങൾ കോളേജിൽ നിന്നാണ് പോകുന്നത്, എല്ലാവരും ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഇട്ടിട്ട് അങ്ങനെ കണ്ടോടാ. അപ്പോൾ ഈ ബ്ലസ്സിയുടെ ഈ അടുത്ത വർഷം വരുന്ന ബ്ലസ്സിയുടെ സിനിമയാണ് തന്മാത്ര. അപ്പോൾ ഈ കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഭയങ്കര ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. തന്മാത്രയാണ് കൊല്ലത്ത് രമ്യ തിയേറ്ററിൽ ധന്യയിലാണ് ആദ്യത്തെ ഷോ വരുന്നത്. നമ്മളവിടെ ചെന്നു. ഒരു പതിവ് മോഹൻലാൽ സിനിമയ്ക്ക് ഉള്ള ഒരു എന്താ പറയുക, ഒരു തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു, കുറവായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഡേ പടം തുടങ്ങി. ഇൻട്രോലൊക്കെ ആയി കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഇരിക്കുന്ന മൊത്തം ഫാൻസാണ്. അവർ വയലൻ്റ് ആവാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ കാണിച്ചിട്ട് അവിടെ ഇരുന്ന് ഇപ്പോഴും ഒരു ഡയലോഗ് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. അവിടെ ഒരു ഉറക്കം നിന്ന് വിളിച്ചു പറയാം, ബ്ലസ്സി നിന്നെ വെട്ടുപടാന്ന്. ഈ ലെവലിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ദിവസം ഫുൾ ഒരു മിക്സഡും നെഗറ്റീവും ആയിട്ടുള്ള ഒരു അഭിപ്രായത്തിൽ പടം മാറി. നമ്മളെല്ലാം ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കുന്നു. പടം വീഴും എന്നുള്ളൊരു ലെവൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫാമിലി ഇങ്ങോട്ട് വന്ന് കയറാൻ തുടങ്ങി. അല്ല, വേറൊരു സംഭവമുണ്ട്. തന്മാത്രയ്ക്ക് ആദ്യം ഈ കുറയാനുള്ള വേറൊരു കാരണം കുറച്ച് ഈ സീൻസ് ഉണ്ടായിരുന്നു, കുറച്ച് സെഡ്യൂസിങ് സീൻസ് ഉണ്ടായിരുന്നു, കുറച്ച് ന്യൂഡൊക്കെ എന്നുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ കട്ടി കളഞ്ഞു. ഞാൻ കണ്ടപ്പോൾ ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. പക്ഷേ ഇങ്ങനെ ഒരു നെഗറ്റീവ് അഭിപ്രായത്തിൽ നിന്ന് ഇങ്ങനെ പിടിച്ചു കയറിയ ഒരു സിനിമ എന്ന് പറയുന്ന അപൂർവം അവസരങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇതാണ്. മലയാളികളെ ഏറ്റവും കൂടുതൽ ഒരു എന്താ പേടിപ്പെടുത്തിയ സിനിമ എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും ആ സമയത്ത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെല്ലുവാണ്, ഞങ്ങൾക്ക് മറവി രോഗം ഉണ്ടോ എന്ന് ചോദിച്ചു. അതായത് ചിലപ്പോൾ ചെറിയ മറവികളൊക്കെ ഇല്ലേ, അതൊക്കെ തന്നെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ആൽസൈമേഴ്സ് ആണെന്നൊക്കെ സംശയിക്കുന്ന ഒരു സംഭവത്തിലെടുത്ത്. ഞാൻ തന്മാത്ര കാണുന്നത് ഒരു സംഭവമുണ്ട്. തന്മാത്ര സെക്കൻഡ് ഷോ ബുക്ക് ചെയ്തു, ഞാനും എൻ്റെ കസിനും കൂടെ. അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അന്ന് വൈകുന്നേരം ട്യൂഷൻ ഉണ്ടായിരുന്നു. ഒരു പയ്യൻ, അവനൊരു മോഹൻലാൽ ഫാനാണ്, രാകേഷ് എന്നാണ് അവൻ്റെ പേര്. അവൻ സിനിമ കണ്ടിട്ടാണ് ഈ ട്യൂഷനിലോട്ട് എത്തിയത്. അവൻ എന്നിട്ട് പടത്തെ പറ്റി ഭയങ്കര മോശം അഭിപ്രായം പറയാണ്. മോശം അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ല ഈ വൃത്തികെട്ടവൻ ചെയ്തത്. ഇവൻ ഇവിടെ വന്നിട്ട് എടാ അവസാനം മോഹൻലാൽ മരിക്കൂടെ വന്ന് ഞാൻ ഇവൻ്റെ കൊങ്ങക്കേറി പിടിച്ച് എന്തോ ചെയ്തു അവന്. എന്നിട്ട് ഞാൻ പടം കാണാൻ നമുക്കറിയാമല്ലോ, ഇപ്പം ഞാനിൽ വെള്ളിയാഴ്ചത്തുള്ളൊക്കെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കഥ ചെറുതായിട്ട് എഴുതി വെക്കും എന്താണ്. അപ്പോൾ രമേശൻ നായർ മകനെ ഇങ്ങനെ സിവിൽ സർവീസ് ആക്കണം എന്നുള്ള ഇതിലുണ്ട്, മറവി രോഗം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സിനിമ കണ്ടുടങ്ങുമ്പോൾ ഞാൻ വിചാരിച്ചെന്നറിയാമോ, ഈ ഒരു സീനുണ്ടല്ലോ, നെടുമുടി വന്ന് കൂടെ താമസിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ. എനിക്ക് ഞാൻ വിചാരിച്ചത് നെടുമുടിക്ക് ഇത് വരും. അപ്പം എന്തായാലും മകനായിട്ട് ഇയാൾ നിന്നല്ലേ പറ്റുള്ളൂ, ഈ മകൻ്റെ പഠിപ്പും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നു. ഇങ്ങേർക്കുണ്ടാവുമെന്ന് ഞാൻ കുടിച്ച വെള്ളത്തിൽ വിചാരിച്ചില്ല, സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. ഇത് ഞാൻ ഷോക്കായിപ്പോയി ആ സംഭവം. അപ്പം ആലോചിച്ചു, അതല്ലേ ഏറ്റവും എഫക്റ്റീവ്, അതല്ലേ ഭീകര എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. അത് ഭയങ്കര ഒരു പിന്നെ അതുപോലെയാണ് അതിനകത്ത് ഒരു സീനിൽ പെട്ടെന്ന് കാണിക്കുകയാണ് ജഗതി മരിച്ചു എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു ആ സമയത്ത്. ഞാൻ ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണഗതിയിൽ സ്ക്രിപ്റ്റ് പുസ്തകമായിട്ട് വരുമ്പോഴത്തേക്കും അത് ഈ സിനിമ നോക്കി എഴുതി ഇതങ്ങനല്ല. ശരിക്കും പറഞ്ഞാൽ സിനിമയേക്കാൾ എഫക്റ്റീവായിട്ടാണ് എൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് ഫീൽ ചെയ്തത്. അതിനകത്ത് ജഗതിയുടെ സീനൊക്കെ കുറേ ഉണ്ടായിരുന്നു. ഈ ഇതിനകത്ത് പറയുന്നൊരു സീൻ അടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പുള്ളിക്കാരൻ പച്ചക്കറി വാങ്ങിക്കാൻ വന്നിട്ട് വണ്ടിയോടെ വച്ചിട്ട് ഓട്ടോ പിടിച്ച് പോകുന്നത് സീനായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇത് പത്മരാജ് സാറിൻ്റെ ഒരു ഓർമ്മയെന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ അഡാപ്റ്റേഷനാണ്. പിന്നെ എനിക്ക് ഇതേപോലെ ഇത് ക്രിസ്മസിനായിരുന്നല്ലേ, ക്രിസ്മസ് ടൈമില്ലേ, അതായത് ഈ വർഷം തന്നെയാണ്, 2004 സമയമാണ്. അതാ അടുത്ത നെക്സ്റ്റ് 2005 മാമ്പഴക്കാലം കഴിഞ്ഞിട്ട് അല്ല ഏട്ടാ, അടുത്ത വർഷമായിരിക്കും കാഴ്ച അടുത്ത. കാരണം കാഴ്ചക്ക് നെക്സ്റ്റ് വർഷം, നെക്സ്റ്റ് ഇതിന് മമ്മൂക്കയ്ക്ക് സംസ്ഥാനം കിട്ടി, അടുത്ത വർഷം ലാലേട്ടൻ കിട്ടി. അടുത്ത വർഷം. അതെ അല്ല, ഈ മാമ്പഴക്കാലത്തിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ലാൽ സാറിന്റെ എനിക്ക് തോന്നുന്ന പടങ്ങളൊന്നും അങ്ങനെ വലിയ വർക്കൗട്ടായ സിനിമകൾ പിന്നെ നാരനാണെന്ന് തോന്നുന്നു അടിച്ച് അവിടെ അങ്ങോട്ടേക്ക് എത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു എൻ്റെ ലൈഫിൽ ഒരു ഭയങ്കര ഒരു തിയേറ്ററിക്കൽ ഒരു ഇതുണ്ട്. അതായത് ഉദയനാട് താരം ഇൻ ബിറ്റ്വീൻ ഹിറ്റായി. ഉദയനാട് താരം ഒരു ജനുവരിയിൽ എന്തോ ഇറങ്ങി ഹിറ്റായി. ഉദയനാട് താരം അച്ചുവിൻ്റെ അമ്മയും കൂടിയാണ് ഇറങ്ങുന്നത്. അപ്പം ഇത് രണ്ടും ഹിറ്റായി. പക്ഷെ ഉദയനാട് താരത്തിൻ്റെ ഒരു ഹിറ്റ് ലാൽ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാൻ ഓപ്പോസിറ്റ് ഫാൻസുകാർ തയ്യാറല്ല.
അവർ പറയുന്നത് ശ്രീനിവാസൻ അതെ 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 അതെ. ശ്രീനിവാസൻ തകർത്തുകൊണ്ട് നമുക്കിതൊരു പക്ഷെ ഗംഭീര പെർഫോമൻസ് ആണ് ലാലേട്ടൻ. സാർ കിട്ടില്ല പെർഫോമൻസ്. കിടിലൻ പെർഫോമൻസ്. പക്ഷേ ഇവര് നമുക്ക് ക്രെഡിറ്റ് തരണ്ടേ? ശ്രീനിവാസന്റെ തകർത്തിരിക്കണം, കൈയടി ആരാ പഠിക്കണം? ശ്രീനിവാസന്റെ കൈയടി പഠിക്കണം. ഇങ്ങനെയുള്ള സംസാരം. അപ്പം നമുക്കിത് അപ്പോൾ ഇതിനിടക്കാണെങ്കിൽ മമ്മൂക്കയുടെ പടമൊക്കെ ഹിറ്റ് ആവണമുണ്ട്. അപ്പം തൊമ്മനും മക്കളും വന്നൊരു അതിനുശേഷം ഭയങ്കര ഹിറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹിറ്റ്. അപ്പം അപ്പോഴാണ് മോഹൻലാൽ 3 ഗെറ്റപ്പ് ഒരു പോസ്റ്റർ ചിത്രാഞ്ജലിലൂടെ ഇരിക്കും. 3 ഗെറ്റപ്പിൽ ഒരു ആനത്തോട്ടിയൊക്കെ ഉണ്ട് പുള്ളിക്കാരൻ, മീശ വിരിക്കുന്നു, ഒരെണ്ണം മറ്റേ തലയിൽ കിട്ടുന്നു. അപ്പം നോക്കുമ്പോൾ ചന്ദ്രോത്സവം നെഞ്ചിൽ. അപ്പം നമ്മൾ വിചാരിച്ചു ഇത് അടിയാണ്. നമ്മൾ വീണ്ടും രംഗത്തിറങ്ങുന്നു, വീണ്ടും നമ്മൾ അപ്പോൾ ഇത് അടിയാന്ന് പറഞ്ഞാൽ ചന്ദ്രോത്സവത്തിന് വരുന്നു. ആ ചന്ദ്രോത്സവം വിഷുവിനാണ്. അപ്പോൾ വിഷുവിന് നമ്മൾ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് ഇറങ്ങി വന്നപ്പോഴേക്കും തുറന്നുപോയി. തിയേറ്റർ തുറന്നു, ആളും കയറി. എന്ത് ചെയ്യും? രക്ഷയില്ല, ടിക്കറ്റ് എടുക്കാൻ രക്ഷയില്ല. അന്ന് എനിക്ക് തോന്നുന്നു 22 രൂപയാണ് ബാൽക്കണിക്ക്, 15 രൂപ എന്തോ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ രക്ഷയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു ചേച്ചി നിൽക്കണം ബാൽക്കണി. ഞാൻ ചേച്ചിയുടെ കാല് പിടിച്ചിട്ട് ഒരു ടിക്കറ്റ് ഒപ്പിച്ചെടുത്ത് എന്നിട്ട് ഞാൻ ബാൽക്കണിയിലാണ് ഞാൻ പടം കാണുന്നത്. പടം കാണുമ്പോൾ തുടക്കമൊക്കെ കുഴപ്പമില്ല, പുള്ളിക്കാരൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പക്ഷെ അന്ന് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്ന് നമുക്ക് ആ സീനുകളൊക്കെ വർക്കാം. അന്ന് ഈ താമരക്കുളത്തിൻ്റെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സീനൊക്കെ തിയേറ്ററിൽ കൂവാണ്. തിയേറ്ററിൽ കൂവലോട് കൂവൽ, ഫാൻസുകാർ തന്നെ കൂവൽ. പക്ഷെ നമുക്കത് വർക്കാവില്ല. അന്ന് ഭയങ്കര നിരാശനായിട്ട് അതും കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ഇറങ്ങി. അതിനുശേഷം ഗുഡ്ഡയോ, ശൂരനാട് പാപ്പോയി, ശൂരനാട് കുഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും നമ്മൾ വെള്ളി നക്ഷത്രമൊക്കെ ഇട്ട് ഇറങ്ങും. കല്യാണ വീടുകളിൽ നമുക്ക് അരയിലൊക്കെ വെച്ചിട്ട് വന്നിട്ട് കാണിക്കും. കണ്ടോ 2 ക്യാരക്ടർ ഗെറ്റപ്പ് മോഹൻലാലിന്റെ പരിപാടി സ്ഫടികത്തിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ അതും പ്രതീക്ഷയോടുകൂടി വരുന്നു. അവിടെ വലിയ കാര്യം ചലനമൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതോടുകൂടി ഇവര് ഭയങ്കര പ്രശ്നമായി. ഇതിനിടയ്ക്ക് മമ്മൂക്കയുടെ ഏതൊക്കെയോ പടങ്ങൾ വന്നു. തൊമ്മനും മക്കളും കഴിഞ്ഞിട്ട് തസ്കര വീരുന്നു. അങ്ങനെ എന്തൊക്കെയോ ഹിറ്റല്ല പടം. അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. അങ്ങനെ എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്കറിയത്തില്ല. അപ്പം നമ്മളെപ്പോഴും നോക്കണം എന്താ ഇനി എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പോസ്റ്റർ വീണ്ടും നമ്മൾ കാണുകയാണ്. നക്ഷത്ര രാജാവിൻ്റെ തങ്കത്തിടമ്പേറി നരനായി വേലായുധനായി നിങ്ങളുടെ പ്രിയതാരം മോഹൻലാൽ. അപ്പോൾ ഇതടിക്കും. അപ്പം ഇതടിക്കുമെന്ന് ഉറപ്പിക്കാൻ കാര്യം ഞാൻ നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ നമ്മൾ രഞ്ജൻ സാറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. രഞ്ജൻ പ്രമോ എന്നുള്ള പേരും ജോഷ് സാർ എന്നുള്ള പേരും കൂടി ആയപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് അടിക്കുന്നത്. അതായത് മനസ്സിനക്കരെ അപ്പം ഒരു ഗ്യാരണ്ടിയാണ്. അപ്പം പക്ഷേ ഫസ്റ്റ് ഡേ കാണണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വന്നപ്പം കെമിസ്ട്രി പരീക്ഷ ഇത് റിലീസിൻ്റെ കെമിസ്ട്രി പരീക്ഷയായിട്ട് നമുക്ക് ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല. ഫസ്റ്റ് ഡേ കാണാൻ പറ്റാത്ത കെമിസ്ട്രി പരീക്ഷ പിറ്റേ ദിവസമാണ്. അത് അവധിക്കാണ്, പക്ഷെ പിറ്റേ ദിവസം കെമിസ്ട്രി പരീക്ഷ, തലേ ദിവസം പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് റിസൾട്ട് അറിയണ്ടേ? റിസൾട്ട് അറിയാൻ അന്ന് ഈ പറഞ്ഞ പോലെ ഫോൺ മാർഗവും സാധനങ്ങളൊന്നും ഇല്ല. തിയേറ്ററിൽ ഇങ്ങനെ പോയെന്ന് നമ്മൾ സഞ്ചരിച്ച്. അപ്പോൾ രാവിലെ ഇത് അതുപോലെ പെട്ടി വന്നില്ല, മോർണിംഗ് ഷോയും മാറ്റിനില്ല, ഫസ്റ്റ് ഷോയാണ് നടക്കുന്നത്. അപ്പോൾ ഭയങ്കര ആളാണ്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയുടെ എണ്ണമൊക്കെ എടുക്കും. പക്ഷെ ഇത്ര ആൾക്കാരുണ്ടാവും അതിനകത്ത്, ഫള്ളാണെന്നൊക്കെ എടുത്ത് വന്നിങ്ങനെ വീട്ടിൽ ഇരിക്കണം. ടെൻഷനാണ്. ഇതുകൂടി പൊളിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് തന്നെ, രക്ഷയില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒരു കിഴക്കേ റോട്ടിൽ പടക്കം പൊട്ടും. ഒന്ന് പടക്കം പൊട്ടുന്ന സൗണ്ട്. അപ്പോൾ ഇത് ആരാണ് പൊട്ടിച്ചെന്നുള്ള ഡൗട്ടുണ്ട്. ഏത് മറ്റേ ഫാൻസാണോ നമ്മുടെ ഫാൻസാണോ പൊട്ടിച്ചെന്നുള്ള ഡൗട്ടുണ്ട്. അപ്പം നോക്കുമ്പോഴാണ് എന്താണ് നമ്മുടെ ടീമാണ് പടക്കം പൊട്ടിച്ചേക്കുന്നത്. പിറ്റേ ദിവസം ഞങ്ങളുടെ ഒരു ഭയങ്കര ഒരു മോഹൻലാൽ ഫാൻ ഉണ്ട്. പുള്ളിക്കാരൻ്റെ രാജേന്ദ്രൻ എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. ഭയങ്കര മോഹൻലാൽ ഫാനാണ്, കട്ട മോഹൻലാൽ ഫാൻ. എന്തെങ്കിലും ലാൽ സാറിന് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഭയങ്കര അതുപോലത്തെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കേരളത്തിൽ മൊത്തത്തിൽ. പുള്ളി രാവിലെ തന്നെ വന്ന് തലയൊക്കെ കിട്ടി എന്ന് വെച്ചാൽ പടം ഹിറ്റാണ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി പിന്നെ നരൻ കാണുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഗൂസ് ബംസ് മൊമെൻ്റ് ഉണ്ട്. കാരണം നമ്മൾ അത്രയും വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന നരൻ വേലായുധനെ നേരെ നടിക്കാനുള്ള ചങ്കുറപ്പിനെക്കാട്ടിലും അങ്ങനെയൊക്കെയാണെങ്കിലും എനിക്ക് അതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് സീൻ എന്ന് പറയുന്നത് ആ പോലീസ് സ്റ്റേഷന്റെ മൂലയ്ക്ക് പോയി അത് അങ്ങനെ എനിക്ക് ഇങ്ങനെ അതാണ് ഒരു ഓണം, ഓണം തൊട്ട് അടുത്ത ഓണം വരെയുള്ള ഒരു ഹിസ്റ്ററിയാണ്. എന്നെ അത് ഞെട്ടിപ്പിക്കുന്ന സാധനം അറിയോ? ഓമൽ കൺമണി എന്ന് പറഞ്ഞ പാട്ട് അതിൽ ബീജിയം എല്ലാം അങ്ങനെ ഒരു പാട്ട് ആരും അവിടെ പ്ലേസ് ചെയ്യില്ല. ഭയങ്കര അതായത് ഒരു എന്താ പറയണ്ട, ലാൽ സാറിന്റെ ഒരു ഇപ്പൊ നരസിംഹം എന്ന് പറയുന്ന സിനിമ പോലെ ഒന്നും അല്ല, അതൊരു ക്ലാസ് സിനിമയാണ്. ക്ലാസ് മൂവി അതാണ്, അത് മാസമാണ്, ക്ലാസ് രണ്ടുമാണ്. അത് വേറൊരു പരിപാടിയായിരുന്നു. മുള്ളംകൊല്ലി, കാരണം നമുക്ക് അത് മുള്ളംകൊല്ലി വേലായുധന്റെ കഥയാണ് പറയുന്നത്. എന്നാൽ ബാക്കി ക്യാരക്ടേഴ്സിനൊക്കെ കൃത്യമായ എന്തിനാ മറ്റേ നമ്മുടെ ഭീമന്റെ കൊണ്ട് ക്യാരക്ടർ പേരെന്താ, കീരിരാമൻ, അങ്ങനെ കണ്ടല്ലേ. ഈ പുള്ളിക്കാരോടൊരു നമുക്ക് സെന്റിമെന്റ്സ് വന്നൊരു സീനുണ്ട് അതിനകത്ത്. പുള്ളിക്കാരനെ ചതിക്കുന്നത്, പുള്ളിക്കാരെ കണ്ണു ഉടച്ചോണ്ട് പോകും. അതൊക്കെയാണ് എഴുത്തിന്റെ ഒരു ഭയങ്കര കണക്ഷൻ. അപ്പൊ കോമഡി ഉണ്ട്. ഇതിന്റെ ഒപ്പമാണ്
ഇത് കഴിഞ്ഞ് 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഇറങ്ങുന്നു നേരറിയാൻ CBI. പക്ഷെ നേരറിയാൻ CBI അങ്ങനെ അങ്ങ് സെറ്റ് ആയില്ല. ശങ്കരാമേര് പോലെ അത്ര വർക്കായില്ല. ചാന്തുപുട്ടും നരനുമാണ് ആ സമയത്ത് തിയേറ്ററിൽ കളക്ഷൻ ഉണ്ട്. ചാന്തോട്ട് ആദ്യം വീടും വിചാരിച്ചു പോടാ. അപ്പോൾ ഇത് കണക്ട് ആയില്ല. അപ്പോൾ ഇതിന്റെ പാരഡൈസിലാണ് നരൻ. അപ്പം അന്നത്തെ ഫാൻസുകാരുടെ ഒരു വാശിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ചേർത്തല ചിത്രാഞ്ജലിയുടെ തൊട്ട് സൈഡിലായിട്ട് ഒരു കവളമത്തിയുടെ കുത്തി വെച്ചിരിക്കുന്നു. നരനകത്ത് കുത്തി വെക്കൂല, കുത്തി വെച്ചിട്ട് അത് ഈ ഓട്ടോറിക്ഷനെ കൂട്ടിക്കുന്ന സ്റ്റിക്കറുണ്ട് ഈ നരന്റെ, അത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു. അതായത് എവിടെ CBIയുടെ തിയേറ്ററിന്റെ വാതിക്കെ ഫാൻസുകാരുടെ ഒരു പരിപാടികൾ. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റിലത്തെ ഒരു ഓണം തൊട്ട് അടുത്ത ഓണം വരെയുള്ള ഞാൻ കണ്ട സിനിമകളുടെ ഒരു സാധനം.